എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 2025 ITI പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 2025 വ്യവസായിക പരിശീലന വകുപ്പ് 2025 ജൂൺ 2-ന് ITI രജിസ്ട്രേഷൻ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ITIadmission.kerala.government.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാവുന്നതാണ്. ITI പ്രവേശനത്തിനുള്ള അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ടും പരിശോധിക്കേണ്ടതാണ്. അംഗീകൃത ബോർഡിൽ നിന്ന് 8ാം ക്ലാസ് അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതാണ്. കേരള ITI പ്രവേശനം 2025 തിരഞ്ഞെടുപ്പ് പ്രക്രിയ കേരള സർക്കാരിൻ്റെ വ്യവസായിക പരിശീലന വകുപ്പ് തയ്യാറാക്കിയ മെറിറ്റ് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. കേരള ITI 2025 അപേക്ഷാ ഫോം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2025 ജൂൺ 20 ITI അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കുമ്പോൾ യോഗ്യതാ പരീക്ഷയ്ക്ക് മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ആണ്. ജനന സർട്ടിഫിക്കറ്റ് അല്ല എങ്കിൽ പ്രായത്തിൻ്റെ മറ്റേതെങ്കിലും തെളിവും ഹാജരാക്കേണ്ടതാണ്. താമസ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫുകൾ, ആധാർ കാർഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിരിച്ചറിയൽ രേഖ, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇവയും ഹാജരാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അവസാന തീയതി ജൂൺ 20 അതിനു മുമ്പ് കൃത്യമായിട്ട് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കേണ്ടതാണ്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ മാസത്തോടു കൂടി പ്രസിദ്ധീകരിക്കുന്നതാണ്. കൗൺസിലിംഗ് നടപടിക്രമം ഓഗസ്റ്റ് മാസത്തോടു കൂടി തന്നെ ആരംഭിക്കുന്നതാണ്. അതോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യതകൾ നാം പരിശോധിക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം കൂടെയുണ്ട്. മെട്രിക് ട്രേഡുകൾക്കാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ നിന്ന് തത്തുല്യമായതിൽ നിന്നോ കുറഞ്ഞത് 35% മാർക്കോടുകൂടി SSLC പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നോൺ മെട്രിക് ട്രേഡുകൾക്ക് SSLC പരീക്ഷ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയിൽ പരാജയപ്പെട്ടവർക്ക് നോൺ മെട്രിക് ട്രേഡുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ ആൻഡ് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് കോഴ്സുകൾക്ക് ഈ ട്രേഡുകൾക്ക് യോഗ്യത നേടുന്നതിന് പ്രീ ഡിഗ്രി +2 പാസ്സായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള പരീക്ഷ ആവശ്യമാണ്. പ്രായപരിധി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന വർഷം ഓഗസ്റ്റ് 1-ന് അപേക്ഷകർക്ക് 14 വയസ്സ് പൂർത്തീകരിക്കേണ്ടതാണ്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.